അപ്പം ഇക്കണോമിക് റീസൺ കാരണമാണ് ഇപ്പോൾ ഒരു പുനർചിന്തനം വരുന്നത്. ഇത് നിർത്തണം അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കണം എന്നത്. രണ്ടാമത്തേത് പൊളിറ്റിക്കൽ റീസൺ ആണ്, അത് ഇവിടുത്തെ ലോക്കൽ കമ്പൽഷൻ ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞ അമേരിക്ക അവിടുന്ന് തോറ്റു ഓടുകയാണ്, അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതല്ല. മൂന്നാമതൊരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇപ്പം ഇറാന് എല്ലാ കോപ്പും കൂട്ടി തിരിച്ചു വന്ന് അവരുടെ നിന്ന് ഇതുവരെ ഉപയോഗിക്കാത്ത വലിയ വെപ്പണും കാര്യങ്ങളും സീക്രട്ട് മെഷീനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കത്തില്ല. കാരണം അവർക്ക് ഇതിപ്പോൾ എന്തോ ഡിസ്ട്രക്ഷൻ ആണ്. അവരുടെ ആർമി അല്ലെങ്കിൽ എന്താ പറഞ്ഞ വായുസേന കംപ്ലീറ്റ് നിഷ്പ്രഭമായി പോയി. അവിടെ പോയിട്ട് ആർക്കും വേണ്ടി എപ്പോൾ വേണ്ടി ഏത് ഉപകരണം കൊണ്ടും ഒരു ബോംബ് ഇടാനുള്ള ഒരു അവസ്ഥയിലേക്ക് അത് ശിഥിലീകരിച്ചു പോയി. അത് അവരുടെ ലീഡർഷിപ്പിന്റെ ഒരു പരിധി വരെ അത് 50-60 പേര് തന്നെ ഒറ്റ രാത്രി കൊല്ലപ്പെടുകയാണ്. അപ്പം അവരുടെ ഡിഫൻസ് നിർവീര്യമായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഒറ്റപ്പെട്ട റോക്കറ്റുകൾക്ക് അവർക്ക് അവിടുന്ന് ഇവിടുന്ന് വിടാൻ പറ്റത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഇറാന്റെ കേപ്പബിലിറ്റി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡിസഗ്രി ഓൺ ദാറ്റ്. ഇറാന് ഇതുവരെ കിട്ടാത്ത ഒരു സപ്പോർട്ട് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ വരും എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളല്ലല്ലോ, അവര് ഇങ്ങോട്ട് അടിക്കുമ്പോൾ തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ. അതാണല്ലോ ഗൾഫ് മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുന്നത്. ശ്രീ സജിമോൻ ആന്റണി, ചോദ്യം കേട്ടില്ല. അല്ല ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നല്ലല്ലോ, അത് തുടർച്ചയായിട്ട് അവർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ. അത് ഗൾഫ് ജനതയെയും ബാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. തുടരെ അവർ മിസൈലുകളും ഡ്രോണുകളും അയക്കുകയായിരുന്നു. അമേരിക്കയ്ക്ക് വലിയ ചെലവാണ് പേട്രിയറ്റ് അയച്ച് നിർവീര്യമാക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ പൂർണ്ണമായിട്ടും സൈനിക ശക്തി തകർന്നു എന്ന് പറയുവാൻ പറ്റുന്നില്ല. ഞാൻ പൂർണ്ണമായി ചെയ്യുന്നത് പറയുന്നില്ലല്ലോ. ഇത് ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഒരു രാത്രിയിൽ 1000-2000 ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ 2-3 കുറഞ്ഞു എന്നുള്ളതാണ്. ഇത് അതിന്റെ ആളപായത്തിന്റെ കാര്യത്തിൽ എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുള്ള റേഷ്യോ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ട് അവിടെ ഒരു ബോംബും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡ്രോണും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മിലിറ്ററി കംപ്ലീറ്റ് അവിടെ ആരും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അവരുടെ കപ്പാസിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഡിമിനിഷ് ആയി, വെപ്പൺ ഡിമിനിഷ് ആയി, കേപ്പബിലിറ്റി ഡിമിനിഷ് ആയി, ലീഡർഷിപ്പ് ഡിമിനിഷ് ആയി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ ഐസക് ജോൺ, താങ്കൾ വിയോജിക്കുകയാണല്ലോ അല്ലേ?